സനുഷ എവിടെയായിരുന്നു സനുഷ? ഞാൻ പഠിക്കുകയായിരുന്നു. എന്ത് പഠിക്കുകയായിരുന്നു? എവിടെയായിരുന്നു? ജീവിതം. നൈസ് വൺ. ഇപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി, സംഭവമാണ്. എത്രത്തോളം പഠിച്ചത്, സംഭവം എങ്ങനെയുണ്ട്? ഇതിപ്പോ ഡെയിലി പഠിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ പഠിക്കുകയായിരുന്നു ആക്ച്വലി. പക്ഷെ ഇതിന്റെ ഇടയിൽ തമിഴ് ചെയ്തു, തെലുഗു ചെയ്തു, കന്നഡ ചെയ്തു. അപ്പം മലയാളത്തിൽ മാത്രമേ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണോ, സനുഷ് എവിടെയായിരുന്നു? സനുഷ് ആദ്യം കാണുമ്പോ ഇപ്പൊ എന്താ പടം ചെയ്തത്, എവിടെയായിരുന്നു? അതെ, എസ്പെഷ്യലി ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നവർക്ക് അവർക്ക് ഒരു പ്രശ്നമല്ല, ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ആ ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള ആ ഷെല്ലൊന്ന് ബ്രേക്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. മീൻസ് നമ്മളിങ്ങനെ അങ്ങനെയാണല്ലോ പ്ലേസ് ചെയ്യാം, നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ, നമ്മൾ ഇൻഡസ്ട്രിയിൽ വളർന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ സനുഷിക്ക്? ഇപ്പൊ എല്ലാത്തിനും നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഐ എം എ പേഴ്സൺ ഹു എൻജോയ്സ് ദാറ്റ്. നമ്മുടെ വീട്ടിലെ കുട്ടി, സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊക്കെ പറയുന്നത് ആ ലക്ഷറി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ പറയുന്ന പോലെ ചില ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് അവിടെയാണ് ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നത്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലാതെ സെറ്റാണ്, കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഈ ഇതുകൊണ്ട് തന്നെ ഇതിപ്പോ നമ്മളൊരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു സജഷൻ ഒക്കെ പറയുമ്പോഴേ അത് പീപ്പിൾ ഡോണ്ട് ടേക്ക് സോ സീരിയസ്ലി, അങ്ങനെ ഒരു എഫക്ട് തോന്നിയിട്ടുണ്ടോ? ഇത് നമ്മുടെ കുട്ടിയല്ലേ, തോന്നിയിട്ടില്ലേ? പേഴ്സണൽ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്, ബട്ട് പ്രൊഫഷണലി ഇല്ല. പ്രൊഫഷണലി വരുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹവും കരുതലും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണലി കാര്യമായിട്ട് എടുക്കാതിരിക്കായ്മ ഇല്ല. പക്ഷേ വീട്ടിലിപ്പോഴും കുഞ്ഞുകുട്ടി തന്നെയാണ്. സോ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അബൌട്ട് ഓൾഡ് സനുഷ ആൻഡ് ഇപ്പത്തെ ബോൾഡ് സനുഷ. ബോൾഡാണോ? പിന്നല്ലേ. അപ്പൊ ചില ഞങ്ങൾ ഇൻസ്റ്റാ പോസ്റ്റ് ഒക്കെ കണ്ടു. മനസ്സിലായി യു ഒരു എന്താ പറയാ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു ഫോർ പീപ്പിൾ. യു ഓപ്പൺഡ് അപ്പ് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അപ്പൊ എന്തായിരിക്കും ഒരു ഡിഫറൻസ്? പണ്ട് വീട്ടിനകത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു വേർഷൻ ഇപ്പൊ നാട്ടിലും പുറത്തിറക്കി തുടങ്ങി എന്നുള്ളതാണ്. സ്വഭാവം അറിഞ്ഞു തുടങ്ങി എന്നുള്ളത്. പണ്ടും ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്നത് കാണുമ്പം ബഹളം വെക്കുന്ന അങ്ങനത്തെ ഒരാൾ തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ തിങ്സ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഐ ഹാഡ് ടു എന്നല്ല, അങ്ങനെ ഒരു പുറകിലോട്ട് കുറച്ചൊന്ന് ഉൾവലിഞ്ഞു. അപ്പം there was a time